ഹായ് ഫോക്സ്. സോ മാർക്കറ്റ് മേക്കർ സീരീസിന്റെ പാർട്ട് 5. ഇന്ന് നമ്മൾ ടൈം ആണ് ഡെപ്ത് ആയിട്ട് നോക്കാൻ പോകുന്നത്. സോ നമ്മൾ എപ്പോഴും പറയുന്ന കണക്ക് നമുക്ക് പ്രൈസോ പാറ്റേൺസോ അതേപോലെ നമുക്ക് അൽഗോരിതമിക് സിഗ്നേച്ചേഴ്സ് ലൈക്ക് ബ്രേക്കർ ബ്ലോക്ക്, ഫെയർ വാല്യൂ ഗ്യാപ്പ്, ബിസി, സിബി, മിറ്റിഗേഷൻ ബ്ലോക്സ് ഇതൊന്നുമല്ല നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ്. നമുക്ക് പ്രൈസ് പോലും അല്ല നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ്, നമുക്ക് ടൈമാണ് നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ്. സോ നമുക്ക് ഒരു മന്തിനെ നമ്മൾ 4 വീക്കായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു വീക്കിനെ നമ്മൾ 7 ദിവസമായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് 5 ദിവസം നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അതേപോലെ ഓരോ ദിവസത്തിനെ നമ്മൾ 3 സെഷൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഫ്യൂച്ചേഴ്സിലാണെങ്കിൽ നമ്മൾ ഓരോ ദിവസത്തിനും നമ്മൾ 4 സെഷൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഓരോ സെഷൻസിന്റെ ടൈം നോക്കാം. നമുക്ക് മാർക്കറ്റ് ഓപ്പണിംഗ് ടൈം ഡിഫറെന്റ് ആയിരിക്കും. ഒരു 1 hour ഡിഫറൻസ് കണ്ടല്ലോ. നമുക്ക് 6 o'clock ഈവനിങ്ങിലോ അതേപോലെ 5 o'clock ഈവനിങ്ങിലുമാണ് മാർക്കറ്റ്സ് ഓപ്പൺ ചെയ്യാറ്. ഫോറക്സിനും ഗോൾഡിനും ഫ്യൂച്ചേഴ്സിനും ഡിഫറെന്റ് മാർക്കറ്റ് ഓപ്പണിംഗ് ആണ്. സോ ഈ 2 ടൈംസിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്. പക്ഷെ നമുക്കത് വലിയ മാറ്റർ അല്ല, നമ്മൾ ആ ഒരു ടൈമും അധികം യൂസ് ചെയ്യാറില്ല. നമ്മുടെ മെയിൻ മാർക്കറ്റ് ഓപ്പണിംഗ് ടൈം എന്ന് പറഞ്ഞാൽ മിഡ് നൈറ്റ് ഓപ്പണിംഗ് ആണ് നമ്മുടെ മാർക്കറ്റ് ഓപ്പണിംഗ് ടൈം. സോ നമുക്ക് രാത്രി 12 മണിക്കാണ് നമ്മുടെ മാർക്കറ്റ് ഓപ്പണിംഗ്. സോ ഇത് നമുക്കൊരു ഇമ്പോർട്ടന്റ് വാല്യൂ ആണ്. ഇതൊരു ഇമ്പോർട്ടന്റ് വാല്യൂ മാത്രമല്ല, അത് നമ്മൾ മാർക്ക് ചെയ്ത് പുറത്തേക്ക് സ്ട്രെച്ച് ചെയ്യേണ്ട ഒരു കാര്യം കൂടാണ്. കാരണം ഇത് നമുക്ക് ഇൻ ദ ഫ്യൂച്ചർ നമുക്ക് ഇത് റെഫറൻസ് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്. നമ്മുടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഒക്കെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഈ വാല്യൂ. സോ നമുക്ക് രണ്ടാമത് വരുന്ന നമ്മുടെ ഒരു ഇമ്പോർട്ടന്റ് ഇതാണ് നമുക്ക് സെഷൻസ് ഓപ്പണിംഗ്. സെഷൻസ് ഓപ്പണിംഗ് മൾട്ടിപ്പിൾ ടൈംസ് ഉണ്ട്, ഓരോ സെഷൻസും ഓരോ ടൈമിലാണ് ഓപ്പൺ ചെയ്യുന്നത്. അതേപോലെ നമുക്ക് വേണ്ട അടുത്തൊരു ഓപ്പണിംഗ് ആണ് വീക്ക്ലി ഓപ്പണിംഗ്. വീക്ക്ലി ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൺഡേ മിഡ് നൈറ്റ് ഓപ്പണിംഗ് ടൈം, അതാണ് നമ്മുടെ വീക്ക്ലി ഓപ്പണിംഗ് ടൈം. സൺഡേ 6 o'clock നമ്മുടെ ഇതെല്ലാം ന്യൂയോർക്ക് ടൈം ആണ്. സോ സൺഡേ 6 o'clock നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് ഈവനിങ്. സോ അത് കഴിഞ്ഞിട്ട് മൺഡേ എൻട്രി ചെയ്യുന്നത് മിഡ് നൈറ്റ് ആണ്. വീക്ക്ലി ഓപ്പണിംഗ് വളരെ ഇമ്പോർട്ടന്റ് ലെവലാണ്. അതുപോലെ മന്ത്ലി ഓപ്പണിംഗ് വളരെ ഇമ്പോർട്ടന്റ് ലെവലാണ്. ഇയർലി ഓപ്പണിംഗ് നമുക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ പ്രൈസ് അവിടെ കിടന്ന് റോൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഒരു ലെവൽ റീടെസ്റ്റ് ചെയ്യാനായിട്ടാണ് പ്രൈസ് പോകുന്നത്. സോ ഇതൊരു ലോങ് ടേം ബയാസിന് വേണ്ടിയാണ് നമ്മൾ ഇയർലി ഓപ്പണിംഗ് യൂസ് ചെയ്യുന്നത്. പക്ഷെ മന്ത്ലിയും വീക്ക്ലിയും സെഷനും നമ്മൾ റെഗുലർ ആയിട്ട് നമ്മുടെ ഡേ ടു ഡേ ട്രേഡിങ്സ് യൂസ് ചെയ്യുന്ന സെഷൻസും ലെവൽസും ടൈംസും ആണ്. സോ ഈ ടൈം വെച്ചിട്ട് നമ്മളൊരു പ്രൈസ് ആണ് മാർക്ക് ചെയ്യുന്നത്. എന്താന്ന് വെച്ചാൽ ആ ഒരു കറക്റ്റ് മിഡ് നൈറ്റ് ഓപ്പണിംഗിൽ ആ ക്യാൻഡിൽ ഏത് പ്രൈസ് ആയിരുന്നു ആ പ്രൈസ് ആണ് നമുക്ക് ആ ഒരു ലെവൽ എന്ന് പറയുന്നത്. അപ്പൊ ആണ് മിഡ് നൈറ്റ് ഓപ്പണിംഗ് എന്ന് പറയുന്നത്. ആ ഒരു കറക്റ്റ് ടൈമിൽ ഏത് ലെവലിലായിരുന്നു പ്രൈസ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഇമ്പോർട്ടന്റ് ഓപ്പണിങ്സ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏഷ്യൻ സെഷനിലേക്ക് കടക്കാം. സോ നമുക്ക് ടൈം ബേസ്ഡ് ലിക്വിഡിറ്റി. ഓക്കെ, സോ ടൈം ബേസ്ഡ് ലിക്വിഡിറ്റി എന്ന് വെച്ചാൽ നമുക്ക് ഒരു മന്ത് ഇങ്ങനെ പോയിരിക്കുവാണെങ്കിൽ ഇതാണ് നമ്മുടെ ആ മന്തിന്റെ ബൈ സൈഡ് ലിക്വിഡിറ്റി. ഓക്കെ, ഇതാണ് ആ മന്തിന്റെ ഓപ്പണിംഗ്. ഇതാണ് ആ മന്തിന്റെ ഓപ്പണിംഗ്. ഒരു മിനിറ്റ്. സോ ഇതാണ് നമ്മുടെ ആ മന്തിന്റെ ഓപ്പണിംഗ്. അതേപോലെ നമുക്ക് ഇതാണ് അതിന്റെ സെൽ സൈഡ് ലിക്വിഡിറ്റി. സോ ഈ ഒരു മന്ത് ഇങ്ങനെ പെർഫോം ചെയ്തെന്ന് വെക്കാം. നമുക്ക് നമ്മുടെ ഓപ്പൺ ക്ലിയർ ചെയ്യാം, അതേപോലെ സെൽ സൈഡും ഒക്കെ വെച്ചേക്കാം. അപ്പൊ നമ്മുടെ അടുത്ത മന്ത് ചിലപ്പം ഇവിടെ നിന്നായിരിക്കും സ്റ്റാർട്ട് ആവുന്നത്. ഓക്കെ, ഈ മന്തിനുള്ള 2 ഓപ്ഷൻ വെച്ചാൽ ഒന്നെങ്കിൽ നമ്മളുടെ ഈ പ്രീവിയസ് മന്തിന്റെ ബൈ സൈഡ് ലിക്വിഡിറ്റി എടുക്കാം, അല്ലെങ്കിൽ ഈ ഒരു ന്യൂ മന്ത് ഇവിടെ നിന്നാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ നമുക്ക് ആ ഒരു പ്രൈസിന് നമ്മുടെ ആ മന്തിന്റെ സെൽ സൈഡ് ലിക്വിഡിറ്റി എടുക്കാം. സോ ഇങ്ങനെയാണ് നമ്മുടെ ഓവറോൾ
പ്രീവിയസ് സൈക്കിളിന്റെ ഹൈയും ലോസും അല്ലെ ലിക്വിഡിറ്റീസ് എടുത്താണ് മാർക്കറ്റ് മൂവ് ചെയ്യാറ്. ഇത് ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം, കാരണം മാർക്കറ്റ്സിന് മൂവ് ചെയ്യാൻ ലിക്വിഡിറ്റി ഉണ്ട്. സോ നമ്മൾ ഓവറോൾ ഒരു പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ നമുക്ക് വേണ്ട കുറച്ച് ഇമ്പോർട്ടന്റ് വേറെ ലെവൽസ് ആണ്. അതേപോലെ അപ്പൊ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും വീക്കിന്റെ, അതും സാധാ വീക്ക് അല്ല, പ്രീവിയസ് വീക്കിന്റെ ഹൈയും ലോയും പ്രീവിയസ് ഡേയുടെ ഹൈയും ലോയും പ്രീവിയസ് സൈക്കിളിന്റെ ഹൈ ആൻഡ് ലോയും. ഇത് കുറച്ച് അഡ്വാൻസ്ഡ് ആണ്. പ്രീവിയസ് സൈക്കിളിന്റെ ഹൈ ആൻഡ് ലോയും. സോ നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഈ ലെവൽസിന്റെ കൂടെ മാർക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഇത് മാർക്ക് ചെയ്ത് വെച്ച് സ്റ്റഡി ചെയ്യാവുന്നതാണ്. ഈ ഒരു എക്സാക്ട് ടൈമിങ്സിനോട് ഈ ഒരു ലെവൽസ് നോക്ക്, പ്രീവിയസ് മന്തിന്റെ ഹൈ ലോയും, ഇതൊന്നും ലെവൽസ് അല്ല, ഇതൊക്കെ എക്സാക്ട് പ്രൈസസ് ആണ്. പ്രീവിയസ് മന്തിന്റെ ഹൈ എന്ന് പറയുന്ന ഒരു പ്രൈസ് ആണ്, പ്രീവിയസ് വീക്കിന്റെ ലോ എന്ന് പറയുന്ന ഒരു പ്രൈസ് ആണ്. ഇതെല്ലാം പ്രൈസസ് ആണ്, ഇതെല്ലാം മാർക്ക് ചെയ്ത് വെക്കാം. സോ നമുക്കൊരു ചെറിയൊരു ട്രേഡ് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇതൊരു പ്രീവിയസ് വീക്ക് ഹൈ ആണെന്ന് വെച്ചോ. നമ്മുടെ പുതിയ വീക്ക് സ്റ്റാർട്ട് ചെയ്തു. ആ വീക്കിനെ ഡ്രോ ചെയ്യുന്ന ഒരു മേജർ ഒബ്ജക്റ്റീവ് ഇതായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്യാം. അതേപോലെ നമുക്ക് ഇതിനെ ടാപ്പ് ചെയ്ത് നമുക്കൊരു കണ്ടിന്യൂവേഷൻ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, സോ ലൈക്ക് ഇപ്പൊ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നോക്കുന്നവർക്ക് ഇതൊരു സപ്പോർട്ട് ലെവൽ ആയിരിക്കും. ഇതിന്റെ മേളിൽ പോയി കഴിഞ്ഞാൽ അവരപ്പോൾ ഒരു സപ്പോർട്ടിനെ ബൈ ചെയ്യാൻ നോക്കുമ്പോഴായിരിക്കും അത് ബ്രേക്ക് ഔട്ട് ചെയ്ത് താഴെ വരുന്നത്. ഇത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നോക്കുന്നവർക്ക് ഇതൊരു സപ്പോർട്ട് ലെവൽ ഇവിടെ ആക്ട് ചെയ്യാം. പക്ഷേ നമുക്കൊരു 50-50 ഗാംബ്ലിംഗ് ചാൻസിന് താല്പര്യമില്ല. സോ നമുക്ക് എക്സാക്ട് പ്രിസൈസ് ആയിട്ട് ട്രേഡ് എടുക്കണം. ആ ഒരു സ്പെസിഫിക് ആവശ്യത്തിന്റെ പേരിലാണ് നമ്മൾ കുറച്ചുകൂടെ ഡീപ്പ് ആയിട്ടുള്ള ഒരു ഫ്രെയിംവർക്ക് ബിൽഡ് ചെയ്ത് ആ ഒരു ഫ്രെയിംവർക്ക് വെച്ച് നമ്മൾ ഇത് ചെയ്യുന്നത്. സോ ഇത് കുറച്ച് ഓവർ യുവർ ഹെഡ് പോകുന്ന ഒരു ടോപ്പിക്കാന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത് കുറച്ച് നിങ്ങൾ ഫോക്കസ് ചെയ്ത് ഇന്ന ലെവൽസ് നിങ്ങൾ മാർക്ക് ചെയ്ത് പഠിക്കാൻ നോക്കുവാണെങ്കിൽ നിങ്ങൾ ഡെയിലി ചാർട്ടിലേക്ക് വരുമ്പം ഈ മിഡ് നൈറ്റ് ഓപ്പണിങ്ങും അതേപോലെ തന്നെ വീക്ക്ലി ഓപ്പണിങ്ങും എല്ലാം മാർക്ക് ചെയ്ത്, അതേപോലെ ഇനിയും നമുക്ക് നോക്കേണ്ട ഒരു കാര്യം ലെവൽസ് ആണ്. 9:30 ഓപ്പണിംഗ് ഉണ്ട്, 8:30 ഓപ്പണിംഗ് ഉണ്ട്, അതേപോലെ ന്യൂയോർക്കിന്റെ ഓപ്പണിംഗ് 7 o'clock ഓപ്പണിംഗ് ഉണ്ട്. അപ്പം ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, ബട്ട് ബാക്കിയുള്ള രണ്ട് പ്രൈസസും അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആണ്. ഈ 7:30 ഓപ്പണിംഗ് കുറച്ച് അഡ്വാൻസ്ഡ് ആണ്. സോ അഡ്വാൻസ്ഡ് സൈക്കിൾ ലോസും ഹൈസിലേക്കും വരുമ്പോഴത്തേക്ക് 7 o'clock ഓപ്പണിംഗിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. നമുക്കൊരു പുതിയ സ്കിമാറ്റിക് നോക്കാം. നമുക്ക് ഈ ഒരു കാര്യം തന്നെ റെപ്ലിക്കേറ്റ് ചെയ്യാം. നമുക്ക് എന്നിട്ട് ഈ മാർക്കറ്റ് പ്രൈസിങ് കണ്ടിന്യൂവേഷൻ മോഡൽസ് ഞാൻ പറഞ്ഞുതരാം. അത് കുറച്ച് അഡ്വാൻസ്ഡ് ആണ്. ഓക്കെ, ഈ ഒരു പ്രൈസ് പോയിന്റിൽ നമുക്കിതൊരു പ്രീവിയസ് വീക്കിന്റെ ഹൈ ആണ്. ഈ ഒരു എക്സാക്ട് സ്ഥലത്താണ് നമുക്കൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം നടക്കുന്നത്. അതാണ് സ്മാർട്ട് മണി റിവേഴ്സൽ. ഓക്കെ, ഈ ഒരു കീ പോയിന്റ് ഓഫ് ലിക്വിഡിറ്റി അല്ലെങ്കിൽ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് സ്മാർട്ട് മണി റിവേഴ്സൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്ക് ഒരു ബ്യൂട്ടിഫുൾ ട്രേഡ് ക്രിയേറ്റ് ചെയ്യാം. ലെറ്റ്സ് കം ബാക്ക് ടു അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. അക്യുമുലേഷൻ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. ഇത് മാനിപ്പുലേഷൻ സൈക്കിൾ ആയിരുന്നു, ഇതൊരു മാനിപ്പുലേഷൻ സൈക്കിൾ ആയിരുന്നു, ഇത് ഡിസ്ട്രിബ്യൂഷൻ സൈക്കിൾ ആയിരുന്നു. ഓക്കെ, ഇത് മാനിപ്പുലേഷൻ ആയിരുന്നു, ഇത് ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു. ഓക്കെ, മാനിപ്പുലേഷൻ ലെഗ് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനോ ഫൈൻഡ് ഔട്ട് ചെയ്യാനോ പറ്റിയാൽ നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് ഡിസ്ട്രിബ്യൂഷൻ ട്രേഡ് ചെയ്യാം. അഡ്വാൻസ്ഡ് ട്രേഡേഴ്സിന് മാനിപ്പുലേഷനും ട്രേഡ് ചെയ്യാവുന്നതാണ് ടു ദ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ്. സോ ഈ വീക്ക്ലി ഹൈ, പ്രീവിയസ് വീക്കിന്റെ ഹൈ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരുന്നു. അത് കറക്റ്റ് എപ്പോഴാണ് നടന്നത്? ഒരു സ്പെസിഫിക് ടൈം ഓഫ് ഇൻട്രസ്റ്റ്. ആ ഒരു ടൈം ഓഫ് ഇൻട്രസ്റ്റ് എപ്പോഴൊക്കെ ആയിരുന്നു? ഓക്കെ ഫൈൻ. ടൈം ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക്
ഓക്കെ, ടൈം ഓഫ് ഇൻട്രസ്റ്റിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ വീഡിയോയിൽ തന്നെ കവർ ചെയ്യാം. ഒരു സ്പെസിഫിക് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിലേക്ക് ഒരു സ്പെസിഫിക് ടൈം ഓഫ് ഇൻട്രസ്റ്റിൽ നമ്മുടെ ആ ഒരു എക്സാക്ട് മാർക്കറ്റ് റിവേഴ്സൽ നടക്കുമ്പോഴാണ് നമുക്കൊരു ബ്യൂട്ടിഫുൾ ട്രേഡ്സ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. നമ്മൾ പല എക്സാമ്പിൾസ് ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ എക്സിക്യൂഷൻസ് എന്നും പറഞ്ഞിട്ട് ഒരു പ്ലേലിസ്റ്റിൽ കാണിക്കുന്നുണ്ട്. ട്രേഡ് എടുത്താൽ മാത്രം പോലെ നമുക്ക് ആ ഒരു ട്രേഡിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസും, ഇത് നമ്മുടെ എതിരെ വന്നാലും നമുക്ക് നമ്മുടെ ബ്രേക്ക് ലോസ് സ്റ്റോപ്പ് ലോസ് എടുക്കില്ല എന്നുള്ളൊരു കോൺഫിഡൻസും എല്ലാം കിട്ടുന്നത് ഈ ഒറ്റ ഒരു കാര്യത്തിലാണ്. സോ നമുക്ക് ട്രേഡ് മാനേജ്മെന്റ്സും ടൈം ഓഫ് ഇൻട്രസ്റ്റും എല്ലാ കാര്യങ്ങളും ഞാൻ കവർ ചെയ്യുന്നുണ്ട്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു നെക്സ്റ്റ്. സോ നമുക്ക് ലണ്ടൻ സെഷനിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ലണ്ടന്റെ നമുക്ക് ഈ ഒരു സ്കിമാറ്റിക് എല്ലാവരും ശ്രദ്ധിച്ചു നോക്കാം. ഓക്കെ, നമുക്ക് പ്രീവിയസ് വീക്ക് എന്നാക്കണ്ട, നമുക്ക് പ്രീവിയസ് എക്സ് എന്നാക്കാം. സോ എക്സ് എന്താന്ന് വെച്ചാൽ നമുക്ക് എക്സ് എന്തുമാവാം എന്ന് വെച്ചാൽ നമുക്ക് എക്സ് ഒരു സെഷൻ ആവാം, ഡേ ആവാം, വീക്ക് ആവാം, സൈക്കിൾ ആവാം, വാട്ട് എവർ. സോ പ്രീവിയസ് എക്സ് ഹൈ. സോ നമുക്ക് ലണ്ടനിൽ നമുക്ക് ഏതാണ് ഒരു നല്ല ഡ്രോ? സോ ലണ്ടനിൽ ഒരു ഡ്രോ ഓൺ ലിക്വിഡിറ്റി ആണ് നമുക്ക് പ്രീവിയസ് സെഷൻ ആയ ഏഷ്യൻ സെഷന്റെ ഹൈ അല്ലെങ്കിൽ ലോ, അല്ലെങ്കിൽ പിന്നെ പ്രീവിയസ് ഡേയുടെ ഹൈ അല്ലെങ്കിൽ ലോ. അവിടെ നിന്ന് നമുക്ക് ഇങ്ങനത്തെ ഒരു മാർക്കറ്റ് സ്മാർട്ട് മണി റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്യാം. നമുക്കൊരു മാർക്കറ്റ് മേക്കർ സെൽ മോഡലോ ബൈ മോഡലോ എക്സ്പെക്ട് ചെയ്യാം. ന്യൂയോർക്ക് AM സെഷനിലേക്ക് വരുവാണെങ്കിൽ ലൈക്ക് ഇതിന്റെയൊക്കെ ടൈമിംഗ് നമ്മൾ മേളത്തെ സ്കിമാറ്റിക്സിൽ കാണിച്ചിട്ടുണ്ട്. സോ ന്യൂയോർക്കിലേക്ക് വരുവാണെങ്കിൽ AM സെഷനിൽ നമുക്ക് ലണ്ടൻ ഹൈയും ലോയും എയിം ചെയ്യാം, ഏഷ്യൻ ഹൈ ലോ എയിം ചെയ്യാം, അതേപോലെ പ്രീവിയസ് ഡേയുടെ ഹൈ ലോ എയിം ചെയ്യാം. അപ്പൊ ഈ ഏഷ്യൻ സെഷൻ നമ്മൾ എങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്? ഇന്ന ടൈം തൊട്ട് ഇന്ന ടൈം വരെയുള്ള പ്രൈസ് ആക്ഷൻ ആണ് ഏഷ്യൻ സെഷൻ, ഇന്ന ടൈം തൊട്ട് ഇന്ന ടൈം വരെയുള്ള പ്രൈസ് ആക്ഷൻ ആണ് നമ്മുടെ ലണ്ടൻ സെഷൻ. സോ ഇതിന്റെ എക്സാമ്പിൾസ് ഞാൻ ഓൺ ദ വേ കാണിച്ചു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇത്രയുമാണ് ഏഷ്യൻ സെഷൻ എങ്കിൽ നമ്മുടെ ഇതാണ് ഏഷ്യയുടെ ഹൈ, ഇതാണ് ഏഷ്യയുടെ ലോ. ഓക്കെ, സോ അതേപോലെ നമ്മുടെ ലഞ്ച് ബ്രേക്ക്, ന്യൂയോർക്കിലെ ലഞ്ച് ബ്രേക്ക് ആണ്. ന്യൂയോർക്കിലെ ലഞ്ച് ബ്രേക്ക് നമ്മൾ പ്രത്യേകിച്ച് ട്രേഡ് ഒന്നും ചെയ്യാറില്ല. ട്രേഡ്സ് മൊത്തവും 12:15 ക്ലോസ് ചെയ്യുന്നതാണ് നല്ലത്. അത് കഴിഞ്ഞ് ലഞ്ചിലേക്ക് നിങ്ങൾ ഹോൾഡ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ന്യൂയോർക്കിന്റെ PM സെഷൻ തുടങ്ങുക. PM സെഷൻ എപ്പോഴാണ് തുടങ്ങുന്നത് അതിന്റെ ടൈം നമ്മൾ കാണിച്ചിട്ടുണ്ട്. സോ PM സെഷൻ തുടങ്ങുമ്പം PM സെഷന്റെ ഡ്രോ ഓൺ ലിക്വിഡിറ്റീസ് അല്ലെങ്കിൽ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ലഞ്ച് ഹൈ അല്ലെങ്കിൽ ലോ ആയിരിക്കും, AMന്റെ ഹൈ അല്ലെ ലോ ആയിരിക്കും, ലണ്ടന്റെ ഹൈ അല്ലെ ലോ ആയിരിക്കും, ഏഷ്യയുടെ ഹൈ അല്ലെ ലോ ആയിരിക്കും, അല്ലെ പ്രീവിയസ് ഡേയുടെ ഹൈ അല്ലെങ്കിൽ ലോ ആയിരിക്കാം. അപ്പം ഇതൊക്കെയാണ് ബേസിക് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റുകളാണിത്. സോ നിങ്ങൾക്ക് ഇവിടെ ഇതൊരു ഹിന്റ് ആണ്. പഠിക്കേണ്ടവർക്ക് കുറച്ചുകൂടെ ഡെപ്ത് ആയിട്ട് പഠിക്കേണ്ടവർക്ക് ഇതിലേക്ക് ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് നോക്കാം. എല്ലാത്തിനും ഒരു ഹൈറാർക്കി ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്. ലണ്ടന്റെ ഹൈറാർക്കി ലൈക്ക് പ്രയോറിറ്റി ഏഷ്യൻ ഹൈ ആൻഡ് ലോ, അത് കഴിഞ്ഞിട്ട് പ്രീവിയസ് ഡേ ഹൈ ആൻഡ് ലോ, ന്യൂയോർക്കിന് ലണ്ടൻ ഹൈ ആൻഡ് ലോ, അത് കഴിഞ്ഞ് ഏഷ്യൻ ഹൈ ആൻഡ് ലോ, എന്നിട്ട് പ്രീവിയസ് ഡേ ഹൈ ആൻഡ് ലോ. അതേപോലെ നമ്മുടെ PM സെഷന്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ലഞ്ചിന്റെ ഹൈ ആൻഡ് ലോ, AMന്റെ ഹൈ ആൻഡ് ലോ, ലണ്ടൻ, ഏഷ്യ, പ്രീവിയസ് ഡേ. സോ ഈ ഒരു ഹൈറാർക്കി ഡീപ്പായിട്ട് പഠിക്കേണ്ടവർക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. സോ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ഫൈനലായിട്ട് പറയാനുള്ളത്, ഇനി വരും കാലങ്ങളിൽ ലൈക്ക് മാർക്കറ്റ് മേക്കർ മോഡൽ ഇവിടെ മാർക്കറ്റ് മേക്കർ സീരീസ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ ഇനി വരും കാലങ്ങളിൽ എന്തൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ലണ്ടന്റെ ഡെലിവറി പ്രൊഫൈൽസ് ആൻഡ് ടൈംസ്, AM സെഷന്റെ അതേപോലെ PM സെഷന്റെ ഡെലിവറി പ്രൊഫൈൽസ്. ഇത്രയും കാര്യങ്ങൾ ലൈക്ക് ലണ്ടൻ സെഷന്റെ ഡെലിവറി പ്രൊഫൈൽസ് ഒരു 4 ടൈപ്പ് ഓഫ് ഡെലിവറി പ്രൊഫൈൽസ് ഉണ്ട്. അതേപോലെ AMന്റെ ഓൾമോസ്റ്റ് 7 തന്നെ വൺ സൈഡ് ഡെലിവറി പ്രൊഫൈൽ ഉണ്ട്. PM സെഷനും ഓൾമോസ്റ്റ് 7+ ഡെലിവറി പ്രൊഫൈൽസ് ഉണ്ട്. സോ ഈ ഡെലിവറി പ്രൊഫൈൽസ് വിത്ത് ടൈം ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് വളരെ ഒരു ഇമ്പോർട്ടന്റ് വീഡിയോ ആണ്. സോ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് നോക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് മാക്രോസ്. സോ മാക്രോസ് എന്താന്ന് വെച്ചാൽ എല്ലാ
ടൈം പീരിയഡിന്റെയും എല്ലാ അവറിന്റെയും പ്രീവിയസ് അവറിന്റെ എൻഡിങ് 15 മിനിറ്റ്സും നമ്മുടെ സ്റ്റാർട്ടിങ് അവറിന്റെ 15 മിനിറ്റ്സും ഇതാണ് മാക്രോ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ 9:45 to 10:15 മാക്രോ, അതേപോലെ 10:45 to 11:15 മാക്രോ, അതേപോലെ ലഞ്ച് മാക്രോ ഉണ്ട് 11:45 to 12:15 വരെയുള്ള മാക്രോ. ഇപ്പൊ മനസ്സിലായി എന്തുകൊണ്ടാണ് ഞാൻ 12:15 ട്രേഡ് അവസാനമായിട്ട് ക്ലോസ് ചെയ്യണമെന്ന് പറയുന്നത്. അതിനകത്ത് ഈ ഒരു 9 o'clock മാക്രോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഈ ഒരു മാക്രോ മാത്രം പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് വളരെ നല്ലൊരു ഒരു ഫ്രെയിം വർക്കോ അല്ലെങ്കിൽ ഒരു അടിപൊളി ഒരു ലിവിങ് ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും ഈ 9:15 തൊട്ടുള്ള ഈ ഒരു മാക്രോ നിങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് പഠിക്കുവാണെങ്കിൽ. കാരണം ഇതിനകത്താണ് ഏറ്റവും കൂടുതൽ വോളറ്റിലിറ്റി, മാർക്കറ്റ് ഓപ്പണിംഗ് ഇതിനകത്താണ്, നമ്മുടെ സിൽവർ ബുള്ളറ്റ് വരുന്നത് ഇതിനകത്താണ്, സെക്കൻഡ് സ്റ്റേജ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് ഇതിനകത്താണ്. സോ 9:45 to 10:15 മാക്രോ ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. മാക്രോസിന്റെ സ്പെഷ്യൽ എക്സ്പ്ലനേഷൻ വീഡിയോസ്, എങ്ങനെയാണ് മാക്രോസ് യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യുക, ലൈക്ക് ഒരു ദിവസം മൊത്തം ചാർട്ടിന്റെ ഫ്രണ്ട് ഇരിക്കാതെ ജസ്റ്റ് ഒരു അവർ കൊണ്ട് നമുക്ക് എങ്ങനെ ട്രേഡ് ചെയ്യാം, ഇതെല്ലാം മാക്രോസിലാണ് വരാൻ പോകുന്നത്. സോ മാർക്കറ്റ് മേക്കർ സീരീസ് ഇതോടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇനി നമുക്ക് ഡെലിവറി പ്രൊഫൈൽസ് എന്ന് പറയുന്ന ഒരു പുതിയ സീരീസ് ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ അതിൽ ലണ്ടൻ കവർ ചെയ്യുന്നു, AM കവർ ചെയ്യുന്നു, PM കവർ ചെയ്യുന്നു. വളരെ റെയർ ഒക്കേഷണലി നമുക്ക് ഏഷ്യൻ സെഷനിൽ ഡെലിവറി പ്രൊഫൈൽസ് ലൈക്ക് ഒരു ഹൈ ഫാസ്റ്റ് മാർക്കറ്റ്സിൽ എന്തെങ്കിലും നടക്കുവാണെങ്കിൽ, ലൈക്ക് ഒരു ലിക്വിഡിറ്റി ഇപ്പോൾ ഏഷ്യൻ സെഷനിൽ നടക്കുവാണെങ്കിൽ നമുക്ക് അതും കവർ ചെയ്യാം. സോ until then, be safe, trade safe. Bye folks.